സമസ്ത മേഖലയിലും ദുരിതം മാത്രം സമ്മാനിച്ച ഭരണമാണ് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി മാറുമെന്നും MK രാഘവൻ MP പറഞ്ഞു. തിരുവമ്പാടിയിൽ UDF നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലയിലും ദുരിതം മാത്രം സമ്മാനിച്ച ഭരണമാണ് പിണറായി സർക്കാരിൻ്റേതെന്നും കഴിഞ്ഞ 10 വർഷത്തെ ഭരണം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും MK രാഘവൻ MP പറഞ്ഞു. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. പുതിയ വ്യവസായങ്ങളൊന്നും വന്നിട്ടില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു. ആരാണിതിന് ഉത്തരവാദിയെന്നും MK രാഘവൻ MP ചോദിച്ചു. തിരുവമ്പാടിയിൽ UDF നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പടയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു നിസ്സാരമായ ചോദ്യമാണ്. ഈ 10 വർഷം കൊണ്ട് 6.38 ലക്ഷം കോടി പൊതുകടം വന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1.22 ലക്ഷം കോടിയാണ് അന്നത്തെ പൊതുകടമെങ്കിൽ ഈ വർദ്ധിച്ചു വന്ന 5 ലക്ഷം കോടി എന്തു ചെയ്തു എന്നാണ് ചോദ്യം. കേരളത്തിന് വേണ്ടി ഈ 5 ലക്ഷം കോടി ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും പദ്ധതി കൊണ്ടുവന്നോ? എത്ര ലക്ഷം പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, സാമൂഹ്യ നീതി വകുപ്പെല്ലാം തകർന്നു കിടക്കുന്നു. ഈ പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാനും CPM-ന് കഴിയുന്നില്ല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയ്ക്കെതിരെ രംഗത്ത് വന്നു. ആശുപത്രികളിൽ മരുന്നും ജീവനക്കാരും ഉപകരണങ്ങളുമില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിൽ വിലക്കയറ്റം 500% ഉയർന്നു. മുതിർന്ന CPM നേതാക്കൾ വരെ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും MK രാഘവൻ പറഞ്ഞു. കേരളത്തിലെ CPM BJP-യുമായി ഡീൽ നടത്തി കേരളത്തിലെ ജനാധിപത്യ സംസ്കാരം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്നും അത് തിരുവമ്പാടിയിലുമുണ്ടാവുമെന്നും MK രാഘവൻ MP പറഞ്ഞു. BJP ആസൂത്രിതമായി അവർ തെരഞ്ഞെടുപ്പ് CPM-മായി ധാരണയായി കഴിഞ്ഞു. നിങ്ങൾ അവർ നിർത്തിയ സ്ഥാനാർത്ഥികളുടെ പട്ടിക വായിച്ചാൽ മതി. CPM നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ, BJP മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ പരസ്പരം വെച്ച് കഴിഞ്ഞിരിക്കുന്നതിനായിരിക്കണം തിരിച്ചു വരാൻ വേണ്ടി. കേരളത്തിലെ സംസ്കാരമുണ്ട്, ജനാധിപത്യ മതേതര സംസ്കാരമാണ്. ആ സംസ്കാരം അട്ടിമറിക്കുന്ന രീതിയിൽ ഇത് CPM BJP-യും ഒരുമിച്ച് കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് BJP-യെ ഗൗരവമായി കാണണം. തുരങ്കം പറഞ്ഞ് ആരും ഭയപ്പെടുത്തേണ്ടതില്ല. തുരങ്കത്തിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UDF ആണ്. ജില്ലയിൽ 13 സീറ്റുകളും UDF നേടുമെന്നും UDF പറഞ്ഞ 5 ഗ്യാരണ്ടികളും അധികാരത്തിലെത്തിയ നടപ്പാക്കുമെന്നും MK രാഘവൻ MP പറഞ്ഞു. തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ യൂനുസ് പുത്തലത്ത് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാവ് KC അബു മുഖ്യ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, KT മൻസൂർ, VD ജോസഫ്, മില്ലി മോഹൻ, KC അബു, അബ്രഹാം കുഴുമ്പിൽ, ഹെലൻ ഫ്രാൻസിസ്, PG മുഹമ്മദ്, CJ ആൻ്റണി, ബാബു പൈക്കാട്ടിൽ, BP റഷീദ്, PC മാത്യു, അഡ്വക്കേറ്റ് മോഹൻലാൽ, അബ്ദു കോയങ്ങോറൻ, അംബിക മംഗലത്ത്, അന്നക്കുട്ടി ദേവസ്യ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കൺവെൻഷന് ശേഷം 100 കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത റാലിയും തിരുവമ്പാടി അങ്ങാടിയെ ആവേശത്തിലാഴ്ത്തി. അനുരാഗ് ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച റാലി തിരുവമ്പാടി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്.
CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.